തലയിലും മുടിയിലും എണ്ണ പുരട്ടുന്നത് മുടിയുടെ ആരോഗ്യം മാത്രമല്ല മാനസിക ശാരീരിക ആരോഗ്യത്തിനും നല്ലതാണെന്ന് നമുക്കറിയാം. എന്നാൽ ശരിയായ രീതിയിലെ ഓയിലിംഗ് എന്താണെന്ന് അറിയാമോ? കുളിച്ചതിനു ശേഷമോ അതിനു മുൻപോ എപ്പോഴാണ് മുടിയിൽ എണ്ണ പുരട്ടേണ്ടതെന്ന് അറിയുമോ? നിങ്ങൾ മുടിയിൽ എണ്ണ പുരട്ടുന്നത് ശരിയല്ലെങ്കിൽ അത് നിങ്ങളുടെ മുടി ദുർബലമാകാനും നിർജീവമാകാനും ഇടയാക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏത് സമയത്താണ് മുടിയിൽ എണ്ണ പുരട്ടേണ്ടതെന്ന് നമുക്ക് നോക്കാം. മുടിയിൽ എണ്ണ തേക്കണമെന്നുണ്ടെങ്കിൽ അത് കുളിക്കുന്നതിന് മുൻപ് പുരട്ടുക. മുടി കഴുകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എണ്ണ പുരട്ടണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ എണ്ണ തലയിൽ തേച്ച ശേഷം മുടി കഴുകുന്നത് പല ആരോഗ്യ ഗുണങ്ങളും നൽകും. ഇത് മുടി കൊഴിച്ചിൽ, മുടിയുടെ ജീവൻ നഷ്ടമാകുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. തലയിൽ തേക്കുന്ന എണ്ണ ചെറുതായി ഒന്ന് ചൂടാക്കി ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ ഗുണങ്ങൾ ഇരട്ടിയാണ്. ഇത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ തലയിലെ താരൻ കുറയ്ക്കാനും ഇങ്ങനെ എണ്ണ ചൂടാക്കി തലയിൽ പുരട്ടുന്നത് സഹായിക്കും. എന്നാൽ എണ്ണ അമിതമായി ചൂടാക്കി തലയിൽ പുരട്ടുന്നത് തലയിൽ പൊള്ളലേൽക്കാനും മുടി വളർച്ച നിർജീവമാകാനും ഇടയാക്കും. മുടിയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. പ്രോട്ടീനാണ് മുടിക്ക് ബലം നൽകുന്നത്. ഷാമ്പു ചെയ്യുന്നതിന് മുൻപ് വെളിച്ചെണ്ണ പുരട്ടുന്നത് മുടിക്കൊരു സംരക്ഷണ പാളി സൃഷ്ടിക്കുമെന്ന് പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാമ്പു ഉപയോഗിച്ചുള്ള പ്രോട്ടീന്റെ കുറവില്ലാതാക്കാൻ ഹെയർ ഓയിലിംഗ് സഹായിക്കും. മാത്രമല്ല മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും മുടിയുടെ തുമ്പിൽ സ്പ്ലിറ്റൻസ് വരുന്നതും കുളിക്കുന്നതിന് മുൻപുള്ള ഹെയർ ഓയിലിംഗ് പ്രതിരോധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തലയിൽ നിന്ന് എണ്ണ മുഴുവനായും കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എണ്ണയും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ചേർന്ന് തലയിൽ ഇൻഫെക്ഷനുകൾക്ക് കാരണമാകാം. ഇനി കുളിച്ചതിനു ശേഷവും ചില ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾ നിർബന്ധമായും മുടിയിൽ മാത്രം എണ്ണ ഉപയോഗിക്കണം. ചുരുണ്ടതും ഒതുക്കമില്ലാത്തതുമായ മുടിക്ക് കുളി കഴിഞ്ഞുള്ള ഓയിലിംഗ് നല്ല ഫലം നൽകും. എന്നാൽ കുളി കഴിഞ്ഞുള്ള ഇത്തരം ഓയിലിങ്ങിനെ തിരഞ്ഞെടുക്കുന്ന എണ്ണകളിൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഈ എണ്ണകൾ അധികം കട്ടിയുള്ള എണ്ണകളാകാൻ പാടില്ല. ഉദാഹരണത്തിന് വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, എള്ളെണ്ണ പോലുള്ള എണ്ണകൾ കുളിക്കുന്നതിന് മുൻപ് ഉപയോഗിക്കാനുള്ളതാണ്. കുളി കഴിഞ്ഞുള്ള ഹെയർ ഓയിലിങ്ങിന് കട്ടി കുറഞ്ഞ എണ്ണകളായ ബദാം ഓയിൽ, ഹൊഹോബ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ എന്നിവയെല്ലാം മികച്ചതാണ്. ഇങ്ങനെ എണ്ണകൾ തരം തിരിച്ച് മുടിയിൽ പുരട്ടുന്നതിന് ഒരു കാരണമുണ്ട്. മനുഷ്യരിൽ വ്യത്യസ്തത ഉള്ളതുപോലെ തന്നെ മുടിക്കും വ്യത്യാസമുണ്ട്. ചില മുടി പെട്ടെന്ന് തന്നെ ഈർപ്പം പുറത്തേക്ക് കളയും. അത്തരം മുടി പെട്ടെന്ന് വരണ്ടതാകുന്നു. മറ്റു ചിലത് പതിയെ പതിയെ ഈർപ്പത്തെ പുറന്തള്ളുന്നതാണ്. ഇനി ചിലത് സന്തുലിതമായ ഈ പ്രക്രിയയെ ചെയ്യുന്ന ഹെയർ ടൈപ്പുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനവന്റെ മുടിയുടെ ഈ പ്രത്യേകത മനസ്സിലാക്കി വേണം എണ്ണകൾ തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് എണ്ണ തേക്കുമ്പോൾ ചെറിയ നനവുള്ള മുടിയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്.